ഹായ് ഗൈസ്, അപ്പോൾ ഇതിൻ്റെ പുതിയൊരു വീഡിയോ ആണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ ലോബിയും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഗ്രാൻഡ് ലോബിയാണ്. ഞാൻ ഇറങ്ങുന്നത് സെൻറ്റോസയിലോട്ടാണ്. ഇപ്പം നോക്കുവാണെങ്കിൽ എൻ്റെ സോൺ ബുഷറും ഞാനും മാത്രമേ കളിക്കുന്നുള്ളൂ. ബാക്കി രണ്ടുപേരും റാൻഡം പ്ലെയേഴ്സാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ കളിക്കാൻ താല്പര്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ താഴത്തൊന്ന് നിങ്ങളുടെ ഐഡിയ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ സ്കോഡും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എൻ്റെ കൂടെ കളിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ ഐഡിയ ഒന്ന് താഴത്ത് കമൻറ്റ് ചെയ്യുക. ഇവിടെ നിന്ന് ഞാൻ നേരെ ഈ ഒരു സൈഡിലോട്ടാണ് വന്നത്. ഇവിടെ നിന്നാണ് എനിക്കൊരു UMP കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ എനിമീസൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്ന ആ ഒരു സാധനം പൊട്ടിച്ച് നോക്കിയപ്പോൾ ഇവിടെ എനിമിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അവിടെ നിന്ന് ഞാൻ നേരെ വെൻഡിങ് മെഷീൻ്റെ അടുത്തോട്ട് പോയിട്ട് അവിടുന്ന് M60 വാങ്ങിച്ച് M60ക്ക് ഒരു ചിപ്പും വാങ്ങിച്ച് അത് ലെവൽ 3 കൂടെ ആക്കിയിട്ട് ഞാൻ സിപ്പ് ലൈൻ പിടിച്ച് പീക്കിൻ്റെ ആ സൈഡിലോട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഞാൻ നേരെ ആ പീക്കിൻ്റെ ആ ഒരു സൈഡിലോട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ടീംമേറ്റാണ് ഏതവനെയൊക്കെയോ അടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ കുത്തിയിരുന്ന് നോക്കിയപ്പോഴാണ് ഞാൻ കണ്ടത് ആ സൈഡിൽ നിന്ന് ഒരുത്തൻ വരുന്നുണ്ടായിരുന്നു. അവൻ ഞാൻ M60 കൊണ്ട് നോക്കിയിട്ടായിരുന്നു. പിന്നെ ഞാൻ ആ കില്ല് വല്ലതും ഫിനിഷ് ആകുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഇവിടെ കുറച്ച് നേരം ഞാൻ നോക്കിയിരുന്നു. ഫിനിഷ് ഇല്ലയോ എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ ടീംമേറ്റിൻ്റെ അടുത്തോട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് കില്ല് ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഈ സൈഡിലോട്ട് വന്നപ്പോഴായിരുന്നു ഇവിടെ ആണെങ്കിൽ ഒരു ഗ്ലൂ വാൾ ഇട്ട് വെച്ചേക്കുന്നുണ്ട്. ആ ഗ്ലൂ വാൾ അടിച്ച് പൊട്ടിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് ആ പൊട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഇനിമില്ലായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ആ സൈഡിൽ കൂടെ ഒക്കെ വരുന്നുണ്ടായിരുന്നു. അവനെയും കൂടെ ഞാൻ കുത്തി പിടിച്ച് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ലൂട്ടിക്കൊണ്ടിരുന്നപ്പോഴായിരുന്നു ഞാൻ നോക്കിയപ്പോൾ അങ്ങ് നിർത്തിനാണെങ്കിൽ കാറിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അവനെ അടിക്കണമെന്ന് ചോദിച്ചാൽ അടിച്ചപ്പോൾ അവന് കയറാത്തതുകൊണ്ട് തന്നെ കാർ അടിച്ച് ഞാൻ പൊടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അവനാണെങ്കിൽ ഗ്ലൂ ഇട്ട് ഞാൻ അവനെ ഗ്ലൂവും കൂടെ പൊടിച്ച് അവന് നല്ല ഡാം കൊടുത്ത് അവനെയും കൂടെ നോക്കിയിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ്റെ ലൂട്ടിക്കൊണ്ടിരുന്നപ്പോഴായിരുന്നു അവൻ തന്നെ അവിടെ പിന്നെയും വന്ന് പറഞ്ഞു വാങ്ങുന്നത്. അവനെയും കൂടെ UMPയും കൊണ്ട് കുത്തി പിടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ പീക്കിൻ്റെ ആ ഒരു സൈഡിലോട്ട് വന്നപ്പോഴാണ് ഞാൻ കണ്ടത് ആ സൈഡിൽ കൂടെയാണ് ഒരുത്തൻ കയറി വരുന്നുണ്ടായിരുന്നത്. അവനെ എടുക്കാൻ വേണ്ടി പയ്യെ അവൻ്റെ അടുത്തോട്ട് പോയിട്ട് അവനാണെങ്കിൽ M60 കൊണ്ട് കുറച്ച് ഡാം കൊടുത്തായിരുന്നു. അപ്പം അവൻ ഗ്ലൂ ആയിട്ട് അപ്പോൾ ഗ്ലൂ ആൾ അടിച്ചു കൊടുത്ത് അവനെയും കൂടെ ഞാൻ നോക്കിയിട്ട് അവ കില്ലും കൂടെ ഞാനൊന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ പീക്കിൻ്റെ ഈ ഒരു സൈഡിലോട്ട് വന്നപ്പോഴത്തേക്കാണെങ്കിൽ ഒരുത്തനാണെങ്കിൽ അങ്ങൊന്ന് വരുന്നുണ്ടായിരുന്നു. അവനെ ഞാൻ M60 കൊണ്ട് കുത്തി പിടിച്ച് ഞാൻ നോക്കിയിടാൻ നോക്കിയപ്പോഴത്തേക്ക് അവനാണെങ്കിൽ ഗ്ലൂ ആയിട്ടുണ്ടായിരുന്നു. അവനെയും കൂടെ ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ആ കില്ലും കൂടെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാനാണെങ്കിൽ സോണിൽ കയറാമെന്ന് വിചാരിച്ച് ഞാൻ താഴത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോഴായിരുന്നു ഒരുത്തനാണെങ്കിൽ എന്നെ താഴത്തൊന്ന് അടിച്ച് കൊന്നു കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചത്ത ഉടനെ തന്നെ എൻ്റെ സർവേ പ്ലെയറാണ് എന്നെ പോയി റിവൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് നേരെ ഇറങ്ങുന്നത് ഞാൻ എൻ്റെ നേരത്തെ ലൂട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. അവിടുത്തെ ലൂട്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ്റെ സോൺ പുഷറാണ് എന്നെ വണ്ടി കൊണ്ടുപോകാൻ വേണ്ടി എൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവൻ ആ വണ്ടി പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ കണ്ടത് ആ സോണിൻ്റെ അവിടെയായിട്ടാണ് കുറേ എണ്ണം നിന്നിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനാണ് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആ ലോങ് ഉള്ള ഒരുത്തനെ ഞാൻ കുത്തിപ്പിടിച്ച് ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സൈഡിലോട്ട് നോക്കിയപ്പോഴാണ് കണ്ടത് വേറൊരുത്തനാണ് അവിടെ ഗ്ലൂ ഇട്ട് നിൽപ്പുണ്ടായിരുന്നു. അവനെയും കൂടെ ഞാൻ കുത്തിപ്പിടിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ സൈഡിൽ നിന്നാണ് ഒരുത്തൻ എന്നെ അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേക്കാണ് എൻ്റെ സോൺ സർവർ ഓടി വന്ന് എന്നെ ഗ്ലൂ ഇട്ട് റിവൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് മെഡടിച്ച് വണ്ടി കയറി. അപ്പോഴത്തേക്കാണ് സോണിന് നല്ല ഡാം കൂടിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് സോണിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കി അവിടെ നിന്ന് ഞാൻ നേരെ ഈ വീടിൻ്റെ അകത്തോട്ടാണ് ഞാൻ കയറിയത്. ഇവിടെ നിന്ന് ഞാൻ സ്കോപ്പ് ചെയ്ത് നോക്കിയപ്പോൾ രണ്ടമ്മമാരാണെങ്കിൽ സോണിൻ്റെ അകത്തോട്ട് കയറാൻ നോക്കുന്നുണ്ടായിരുന്നു. അതിലൊരുത്തരം ഞാനങ്ങ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അവൻ്റെ ടീമേറ്റ് ഓടി വന്ന് അവനെ റിവൈവ് ചെയ്യാൻ നോക്കി. അവനും നല്ല ഡാം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അവനെയും കൂടെ ഞാൻ ഫിനിഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ നേരെ എൻ്റെ സോണിലോത്തോട്ട് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ടീമേറ്റ് ആരെയൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് കണ്ടത് എൻ്റെ സോൺ ബുഷറാണെങ്കിൽ അവിടെ നോക്കായിട്ടുണ്ടായിരുന്നു. അവനെ റിവൈവ് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് എനിമിയാണ് അവനെ ഫിനിഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആരാ അടിച്ചതെന്ന് നോക്കാൻ വേണ്ടി തിരിഞ്ഞു നോക്കിയപ്പോഴാണ് കണ്ടത് ആ ഒരു വേലിയുടെ ഭാഗത്ത് നിന്ന് ഒരുത്തനാണെങ്കിൽ അടിക്കുന്നുണ്ടായിരുന്നു. അവനെയും കൂടെ എടുത്തിട്ട് നല്ല കിടിലം പോലത്തൊരു ബൂയ എടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എനിക്ക് 33 പ്ലസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചാനൽ സബ് ചെയ്യാത്തവരെല്ലാം സബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.